നമസ്കാരം. റാഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലിൽ ഇത്തവണ ഗംഭീര പോരാട്ടങ്ങളാണ്. എങ്ങനെ നോക്കിയാലും വല്ലാത്ത ജാതി പോരാട്ടങ്ങൾ. ഫിഫ വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനെയൊന്നും മുമ്പുണ്ടായിട്ടില്ല. ഫിഫ റാങ്കിങ്ങിൽ ടോപ്പ് 4 നിൽക്കുന്ന 4 ടീമുകൾ തമ്മിൽ വേൾഡ് കപ്പിൻ്റെ സെമി കളിക്കുക. ഫൈനൽ എന്തായാലും ബ്ലോക്ക് ബസ്റ്റർ ആയിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമേ വേണ്ട. ഇംഗ്ലണ്ട് വേഴ്സസ് അർജൻറ്റീന സെമി ഫൈനൽ മത്സരത്തിൽ ഇംഗ്ലണ്ട് അർജൻറ്റീനയെ ഭയക്കണോ? ചർച്ചകൾ നടക്കുകയാണല്ലോ. അപ്പോൾ നമ്മൾ ചില കണക്കുകളൊക്കെ നോക്കുകയാണ്. അർജൻറ്റീനയുടെ സെമി ഫൈനൽ റെക്കോർഡ് അൺറിയലാണ്. അതുകൊണ്ട് ഭയക്കണം. എന്തുകൊണ്ട് അൺറിയൽ ആവുന്നു? അർജൻറ്റീന ഒരിക്കൽ പോലും വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലിൽ പരാജയപ്പെട്ടിട്ടില്ല. ആദ്യമായിട്ട് അവർ വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനൽ കളിക്കുന്നത് 1930 അന്ന് USA 6-1 അവർ തകർത്തു. പിന്നെ 1986 ബെൽജിയത്തിനെതിരെ 2-0 അവർ ജയിച്ചു കയറി. 1990 ഇറ്റലിക്കെതിരെ 1-1 സമനില. ഷൂട്ടൗട്ടിൽ 4-3 ജയിച്ച് അവർ ഫൈനലിലേക്ക് കടന്നു. 2014 പിന്നെ അവർ വേൾഡ് കപ്പിൻ്റെ സെമി കളിക്കുന്നത്. നെതർലൻഡ്സിനെ ഗോൾരഹിത സമനിലയിൽ പിടിച്ചിട്ട് പെനാൽറ്റി ഷൂട്ടൗട്ടിൽ 4-2 തോൽപ്പിച്ച് അവർ ഫൈനലിലേക്ക് കടന്നു. പിന്നെ 2022 ക്രൊയേഷ്യക്കെതിരെ സെമി ഫൈനൽ 3-0 വിജയം. അതായത് ഒരിക്കൽ പോലും അർജൻറ്റീന വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനൽ പരാജയപ്പെട്ടിട്ടില്ല. നൗ ഇറ്റ്സ് ഇംഗ്ലണ്ട് വേഴ്സസ് അർജൻറ്റീന ഇൻ 2026. എന്ത് സംഭവിക്കും? ഈ ടീം, അതായത് അർജൻറ്റീനയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ദിസ് ടീം വാസ് ബിൽറ്റ് ഫോർ ദി ബിഗ്ഗസ്റ്റ് നൈറ്റ്സ്, സോ ഹിസ്റ്ററി കോളിംഗ് അഗെയിൻ. എന്ത് സംഭവിക്കും എന്നുള്ളത് ആരാധകർ കാത്തിരുന്ന് കാണണം. നോക്കുക, കഴിഞ്ഞ 4 വേൾഡ് കപ്പുകളിൽ 3 സെമി ഫൈനലിലേക്ക് അർജൻറ്റീന എത്തിയിട്ടുണ്ട് എന്നുള്ളതും കൂടി നോക്കണം. അവരുടെ കൺസിസ്റ്റൻസിയാണ് കാണിക്കുന്നത്. 2014 വേൾഡ് കപ്പിൽ അവർ സെമി കളിച്ചു, ജയിച്ചു, ഫൈനലിലെത്തി, റണ്ണറപ്പായിരുന്നു. 2018 വേൾഡ് കപ്പിൽ റൗണ്ട് ഓഫ് 16 പുറത്തായി. പക്ഷേ 2022 ഗംഭീരമായ തിരിച്ചുവരവിൽ കിരീടവും കൊണ്ടാണ് പോയത്. 2026 വീണ്ടും അവർ സെമി ഫൈനലിസ്റ്റുകളാവുന്നു. സോ 1990 അവർ ബാക്ക് ടു ബാക്ക് സെമി ഇതിനു മുമ്പ് കളിച്ചത്. 86 ചാമ്പ്യന്മാർ, 90 ഫൈനലിസ്റ്റുകൾ. വീണ്ടും അത് തന്നെ ഈ ടീം ഒരു ലെഗസിയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഇംഗ്ലണ്ടിനെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം. ഇനിയൊരു കാര്യം കൂടി പറയട്ടെ. അർജൻറ്റീന തുടർച്ചയായിട്ട് 12 കൺസിക്യൂട്ടീവ് മത്സരങ്ങളിൽ വേൾഡ് കപ്പിൽ 1-ലധികം ഗോളുകൾ അടിക്കുന്ന ടീമായിട്ട് മാറുന്നു. 74 വർഷങ്ങൾക്ക് ശേഷമാണ് അത് സംഭവിക്കുന്നത്. 1930 മുതൽ 1954 വരെയുള്ള കാലഘട്ടത്തിൽ ഉറുഗ്വായ് ഇങ്ങനെ 11 സ്ട്രൈറ്റ് ഗെയിമുകളിൽ 1-ലധികം ഗോളുകൾ നേടിയിരുന്നു, മൾട്ടിപ്പിൾ ഗോളുകൾ നേടിയിരുന്നു. ഇപ്പോഴിതാ അർജൻറ്റീന അത് മറികടന്നു പോയിരിക്കുന്നു. കഴിഞ്ഞ വേൾഡ് കപ്പിൽ മെക്സിക്കോക്കെതിരെ 2 ഗോളുകൾ, പോളണ്ടിനെതിരെ 2 ഗോളുകൾ, ഓസ്ട്രേലിയക്കെതിരെ 2 ഗോളുകൾ, നെതർലൻഡ്സിനെതിരെ 2 ഗോളുകൾ, ക്രൊയേഷ്യക്കെതിരെ 3 ഗോളുകൾ, ഫ്രാൻസിനെതിരെ 3 ഗോളുകൾ, അൾജീരിയക്കെതിരെ 3 ഗോളുകൾ. അത് ഈ വേൾഡ് കപ്പിലാണ് അൾജീരിയക്കെതിരെയുള്ള ഗോൾ വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഓസ്ട്രിയക്കെതിരെ 2 ഗോളുകൾ, ജോർദനെതിരെ 3 ഗോളുകൾ, കേപ്പ് വെർദക്കെതിരെ 3 ഗോളുകൾ, ഈജിപ്തിനെതിരെ 3 ഗോളുകൾ, സ്വിറ്റ്സർലൻഡിനെതിരെ 3 ഗോളുകൾ. അൺറിയൽ എന്നേ പറയാൻ പറ്റൂ. അർജൻറ്റീന ഗോൾ വർഷം നടത്തുകയാണ്. ദിസ് അറ്റാക്ക് ഈസ് റിലൻലെസ് എന്ന് തന്നെ പറയണം. അവിടെയാണ് ഇംഗ്ലണ്ട് ഭയക്കേണ്ടതും. എന്നാൽ ഇംഗ്ലണ്ടിന് ആശ്വാസമാകുന്നൊരു കണക്കുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. അത് അർജൻറ്റീനയും ഇംഗ്ലണ്ടും തമ്മിൽ വേൾഡ് കപ്പിൽ ഏറ്റുമുട്ടിയതിൻ്റെയും അതുപോലെ ടോട്ടൽ ഹെഡ് ടു ഹെഡിൻ്റെയും കണക്കാണ്. ടോട്ടൽ ഹെഡ് ടു ഹെഡിൻ്റെ കണക്ക് ഇംഗ്ലണ്ടിന് അനുകൂലമാണ്. 6 വിജയങ്ങളാണ് ഇംഗ്ലണ്ട് അർജൻറ്റീനയ്ക്ക് മേൽ നേടിയിട്ടുള്ളത്. 2 മത്സരങ്ങൾ അർജൻറ്റീന വിജയിച്ചപ്പോൾ 6 കളികൾ സമനിലയായി. വേൾഡ് കപ്പ് മാത്രം നമുക്ക് എടുത്ത് നോക്കുക. വേൾഡ് കപ്പിൽ എന്താ സംഭവിച്ചിട്ടുള്ളത്? അവിടെയും 3-1 ഇതൊരു 5 കളികളാണ്. 3-1 ആധിപത്യം ഇംഗ്ലണ്ടിനാണ്. ഒരു കളി നമ്മൾ സമനില എന്ന് പറയുമ്പോൾ അത് ഷൂട്ടൗട്ടിൽ പിന്നെ അർജൻറ്റീന ജയിച്ചതാണ്. ഇത്തരം സ്റ്റാറ്റിസ്റ്റിക്സുകൾ ഷൂട്ടൗട്ട് വരെ പോയാൽ അത് സമനില എന്നാണ് രേഖപ്പെടുത്തുന്നത്. വേണ്ട, നമുക്കതിന് ജയിച്ചതായിട്ട് അർജൻറ്റീന കൂട്ടിയാലും 3-2 ഇംഗ്ലണ്ടിനാണ് ആധിപത്യം. 1962 വേൾഡ് കപ്പിൻ്റെ ഗ്രൂപ്പ് സ്റ്റേജിൽ ഇംഗ്ലണ്ട് അർജൻറ്റീനയെ 3-1 തറപറ്റിച്ചിരുന്നു. 1966 വേൾഡ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ ഇംഗ്ലണ്ട് അർജൻറ്റീനയെ 1-0 തോൽപ്പിച്ചിരുന്നു. 1986 വേൾഡ് കപ്പിൽ പക്ഷേ മാറഡോണയുടെ നൂറ്റാണ്ടിൻ്റെ ഗോളും പിന്നെ കൈകൊണ്ടടിച്ചിട്ട ഗോളും, അങ്ങനെ കൈകൊണ്ടടിച്ചിട്ടവൻ ഹീറോയായ ആ വേൾഡ് കപ്പിൽ അർജൻറ്റീന കിരീടവും ചൂടിയിരുന്നു. സോ 86 അർജൻറ്റീനയുടെ ആദ്യ വിജയം ഇംഗ്ലണ്ടിന് മേൽ. 1998 വീണ്ടും ഇവർ ഏറ്റുമുട്ടുന്നു. 2-2 സമനില. പിന്നെ സംഭവിച്ചതോ ഷൂട്ടൗട്ടിൽ 4-3 അർജൻറ്റീന ജയിക്കുന്നു. 2002 വേൾഡ് കപ്പിലോ
ആ വേൾഡ് കപ്പിൽ 1-0 ബെക്കാമിൻ്റെ പെനാൽറ്റിയിൽ വിജയിച്ച് കയറിയത് ഇംഗ്ലണ്ടായിരുന്നു. സോ അവിടെ വേൾഡ് കപ്പിൻ്റെയും ഇനി ടോട്ടലായിട്ട് എടുത്താലും ഹെഡ് ടു ഹെഡിൽ മുന്നിലുള്ളത് ഇംഗ്ലണ്ടാണ് എന്നത് മാത്രമാണ് ഇംഗ്ലണ്ടിന് ആശ്വാസമാകുന്നൊരു ചരിത്രമുള്ളത്. ബാക്കി കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും അനുകൂലം അർജൻറ്റീനക്കാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഈ അർജൻറ്റീന ടീമിനെ ഇംഗ്ലണ്ട് ഭയക്കണം. എന്തുകൊണ്ടെന്നാൽ അവർ ഇംഗ്ലണ്ടിനെതിരെ കളിക്കാനിറങ്ങുമ്പോൾ ലിയോ മെസ്സിയുടെ ആദ്യത്തെ മത്സരമാണ് ഇംഗ്ലണ്ടിനെതിരെ എന്നുള്ളത് കൂടി നോക്കുമ്പോൾ സർവ്വം മറന്നൊരു പോരാട്ടത്തിന് അവർ തയ്യാറെടുത്തിട്ടുണ്ട്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫറൻസ് എഴുതാം.